നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ സിസ്റ്റത്തിന്റെ ചാപ്റ്ററാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ അരിത്മെറ്റിക് വിഭാഗത്തിൽ അല്ലെങ്കിൽ മാത്സിന്റെ ഭാഗത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഉള്ളത്. നമുക്ക് അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ സിസ്റ്റം. അപ്പോൾ മിക്കവാറും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ക്ലാസ് തീരുകയാണെങ്കിൽ നമുക്ക് ഐഡിയാസ് അല്ലെങ്കിൽ ടോപ്പിക്സ് നമ്മൾ ഇന്നത്തോടുകൂടി കവർ ചെയ്യും. ടോപ്പിക്സ്, ജസ്റ്റ് ടോപ്പിക്സ്. ഓക്കെ, യെസ് സാൽവിയ, ജുവാന, എല്ലാവർക്കും വെൽക്കം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും വേഗം ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. നെയിം നിങ്ങൾ എന്തായാലും ഇടണം. ഓക്കെ, റാദുൽ, യെസ്, റാദുലിൻ്റെ പേര് എനിക്കറിയാം. ഓക്കെ, കൃഷിവിനെ കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നോ? കൃഷിവ് കുറച്ച് ദിവസമായി കണ്ട പോലെ ഉണ്ട്. ഓക്കെ, റൈറ്റ്. സോ നമ്മൾ നമ്പേഴ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്പേഴ്സ് നമ്മൾ പഠിച്ചു കുറേ ദിവസമായി. നമ്മൾ 8ാമത്തെ ക്ലാസ് ആണ് നമ്പേഴ്സിൻ്റെ. അതിൽ ഒരു ക്ലാസ് റിവിഷൻ ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് കൂട്ടാണ്ടാണെങ്കിൽ ഇന്ന് 7ാമത്തെ ക്ലാസ് ആണ്. സോ ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടി മിക്കവാറും നമ്പേഴ്സിൻ്റെ ടോപ്പിക്കുകൾ പറഞ്ഞു തീരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ടോപ്പിക്കുകൾ തീരുകയാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഇന്നത്തെ ക്ലാസ് തൊട്ട് തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം അല്ലേ. കുറച്ച് ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്താലാണ് നമ്മൾ ഈ പഠിച്ച സാധനങ്ങളൊക്കെ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് എന്നല്ലേ നമുക്ക് അറിയേണ്ടത്. നമുക്ക് ഒരു പ്രശ്നമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നം. നമ്മൾ കുറേ തിയറി പഠിക്കും അല്ലേ. അതിങ്ങനെയാണ്, ഇതങ്ങനെയാണ്, ഇത് വരുമ്പോൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തിയറി ഇങ്ങനെ നമ്മൾ പഠിക്കും. പക്ഷേ ഈ പഠിച്ച തിയറി അല്ലെങ്കിൽ പഠിച്ച കുറേ കാര്യങ്ങൾ എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ള അവസ്ഥ എത്തുമ്പോൾ നമുക്ക് അയ്യോ അങ്ങനെ ഞങ്ങൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നോർമൽ പരീക്ഷയ്ക്ക് നമുക്ക് നല്ല മാർക്ക് കിട്ടുന്നതും എൻട്രൻസ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമുക്ക് മാർക്ക് കുറയുന്നതും. കാരണം നോർമൽ പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് മതി? തിയറി മതി. കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതാണ് കൂടുതലും അവിടെ ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ എൻട്രൻസ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് ഈ മനസ്സിലായ കാര്യം എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നാണ് ചർച്ച ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടില്ല? ഡയറക്റ്റ് ആയിട്ടൊരു ചോദ്യം കിട്ടില്ല. അപ്പം നമ്മൾ കുറേ സംഭവങ്ങൾ പഠിച്ചു അല്ലേ. എന്തൊക്കെയാണ് പഠിച്ചത്? റിയൽ നമ്പർ, ആ നമ്പർ, ഈ നമ്പർ, നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ എന്നൊക്കെ ഒക്കെ പഠിച്ചു. പക്ഷേ ഇതിൽ നമ്മളോട് ഈ കുറച്ച് ഡാറ്റാസ് തന്നിട്ട് ഇതിലേതാണ് റിയൽ നമ്പർ അല്ലെങ്കിൽ ഇതേത്, അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എൻട്രൻസ് എക്സാമിന്. അതിപ്പോൾ നവോദയയുടെ എൻട്രൻസ് എക്സാം എന്ന് മാത്രമല്ല, നിങ്ങൾ ഭാവിയിലോ എപ്പോഴും ഒരു എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് ടെസ്റ്റ്, ഒരു ജോലിക്ക് വേണ്ടിയുള്ള പരീക്ഷ, അപ്പം എങ്ങനെയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഠിച്ച കാര്യം ഉപയോഗിക്കാനാണ് അറിയേണ്ടത്. അത് ഇനിയിപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ പഠിച്ച വിഷയത്തിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നു കൂടി നിങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ചു പോയാൽ നിങ്ങളുടെ ആ ബേസ് സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ടോപ്പിക്സ് ജസ്റ്റ് ക്ലിയർ ആക്കിയാൽ പോരാ. നമുക്ക് എന്ത് വേണം? നമുക്ക് ഇത് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം എന്ന് ഉള്ള ഒരു എന്ത് വേണം? ഒരു ധാരണ വേണം അല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻസ് തരും. ഞാൻ ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ, ആരും പേടിക്കേണ്ട. ക്വസ്റ്റ്യൻസ് ഒക്കെ തരും. അപ്പോൾ ഇപ്പോൾ കുറേ പേരൊക്കെ ഇതാ ഹായ് തമ്പൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിൽ തന്നെ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ക്ലാസ് പോവില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാവരും മൈൻഡിൽ വെക്കുക. നിങ്ങൾ എന്തൊക്കെ ഒരു ഇപ്പോൾ മാത്സിൽ മാത്രമല്ല, ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും ബയോളജിയിലാണെങ്കിലും എവിടെയാണെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ നമുക്ക് അതിനെ റിയൽ ലൈഫിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, പിന്നെ ഏതൊരു കാര്യത്തിനെയും എക്സാമ്പിൾ വെച്ച് പഠിച്ചാലും നിങ്ങൾക്ക് അത് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് എക്സാമൊക്കെ ആവണ സമയത്ത് എങ്ങനെയൊക്കെ പഠിക്കാം എന്നുള്ളതിൻ്റെ ടിപ്സും ട്രിക്സും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്നും ആരും ഇപ്പം ടെൻഷൻ അടിക്കേണ്ട. ഇപ്പം നമുക്ക് പഠിക്കണേൽ ശ്രദ്ധിക്കാം. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പേഴ്സാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ജസ്റ്റ് നമുക്ക് എല്ലാ PPTയിൽ കൂടെ ജസ്റ്റ് ഒന്ന് പോകുന്നുള്ളൂ. ഞാൻ ഇന്ന് വീണ്ടും ഒന്നും പറയുന്നില്ല. ഇതന്നെ പറഞ്ഞ് നമ്മൾ കുറേ ദിവസമായി. അതുകൊണ്ട് നമുക്ക് വേഗം പോവാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. എന്തിനു വേണ്ടിയാണ് നമ്പറുകൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. ഓക്കെ, ഞാനിപ്പോൾ നോട്ട്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഇപ്പം ഞാൻ ചാറ്റ്സ് കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചങ്ങോട്ട് വരുമ്പോൾ ഒന്നും കൂടി അയക്കേണ്ടി വരും. ഓക്കെ, സോ ഇപ്പോൾ ആർക്കെങ്കിലും റിപ്ലൈ തരില്ലെങ്കിൽ ആരും പേടിക്കേണ്ട. ഞാൻ നോട്ട്സ് നോക്കണോണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് നമ്പേഴ്സ് എന്താണ്, എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ നമ്പേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് തുടങ്ങിയത്. ദെൻ നമ്മൾ കുറേ ടൈപ്സ് ഓഫ് നമ്പേഴ്സ് പഠിച്ചു.
പിന്നെ ആ നമ്പേഴ്സ് കൊണ്ടുള്ള ഓപ്പറേഷൻസ്, അതായത് അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ നമ്മൾ പഠിച്ചു. അഡീഷൻ 2 ഡിജിറ്റ്സ് പഠിച്ചു, ദെൻ 3 ഡിജിറ്റ്സ് പഠിച്ചു, സബ്സ്ട്രാക്ഷനും 2 ഡിജിറ്റ്സും 3 ഡിജിറ്റ്സും പഠിച്ചു. പിന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനെ പറ്റി പഠിച്ചു, ഡിവിഷൻ പഠിച്ചു, 4 ടേംസ് അതിൽ പഠിക്കാനുണ്ടെന്ന് പഠിച്ചു. ഡിവിഷൻ കഴിഞ്ഞ് നമ്മൾ ന്യൂമറിക് സിസ്റ്റത്തിലേക്ക് കടന്നു. എന്താണ് ന്യൂമറിക് സിസ്റ്റം, എന്തിനാണ് ന്യൂമറിക് സിസ്റ്റം, ന്യൂമറിക് സിസ്റ്റത്തിൽ വരുന്ന നിയമങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ എന്താണ്, എത്ര തരത്തിലുള്ള ന്യൂമറിക് സിസ്റ്റം ഉണ്ട്, ഇതൊക്കെയാണ് നമ്മൾ പിന്നെ പഠിച്ചത്. ദെൻ നമ്മൾ നെയിം ചെയ്യാൻ പഠിച്ചു. 2 ഡിജിറ്റ്സും 3 ഡിജിറ്റ്സും 5 ഡിജിറ്റ്സും 6ഉം 7ഉം 8 വരെ നെയിം ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നെയിം അല്ലെങ്കിൽ വേർഡ്സിൽ തരുന്നതിനെ നമ്പറാക്കി മാറ്റി എഴുതാൻ നമ്മൾ പഠിച്ചു. ആൻഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? റൈറ്റ്. അപ്പോൾ കുറച്ച് പേരൊക്കെ അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളങ്ങനെ പെട്ടെന്ന് അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എനിക്ക്, സോറി. ഞാൻ എല്ലാവരുടെ പേരും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും പേരൊന്നിട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. ദിവ്യ എന്ന് പറയുന്ന ആളാണ് ചോദിച്ചത്. പേരും കൂടി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയാം, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോന്ന്. ഓക്കെ, സോ യെസ്. അക്ഷിത ഗിരീഷ് പുതിയ ആളല്ലല്ലോ അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നില്ലേ? റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നത്. ന്യൂമറിക് സിസ്റ്റത്തിലെ നമ്മുടെ ഇന്റർനാഷണൽ സിസ്റ്റം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്റർനാഷണൽ സിസ്റ്റം പഠിച്ചിട്ട് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചപ്പോൾ നിങ്ങൾ ചടപടേ ഉത്തരവും പറഞ്ഞിരുന്നു. അതുകൊണ്ട് പിന്നെ അധികം ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല, ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റൈറ്റ്. യെസ്, ഹൃതിക കറക്റ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ നമ്മൾ വേറെ എന്തൊക്കെയാണ് പറഞ്ഞേ? പ്ലേസ് വാല്യൂവും ഫേസ് വാല്യൂവും. ഞാൻ കുറേ നാളായിട്ട് നമ്മൾ പ്ലേസ് വാല്യൂവും ഫേസ് വാല്യൂവും പഠിക്കും എന്ന് പറഞ്ഞ് അവസാനം നമ്മൾ ഫേസ് വാല്യൂ പഠിച്ചു. എന്തായിരുന്നു? ഒരു നമ്പറിൻ്റെ അതിൻ്റെ തന്നെ വാല്യൂ ആണ് അതിൻ്റെ ഫേസ് വാല്യൂ. അതിപ്പോൾ 100ന്റെ സ്ഥലത്ത് കിടന്നാലും 1000ന്റെ സ്ഥാനത്ത് കിടന്നാലും 10,000ന്റെ പ്ലേസിൽ കിടന്നാലും 1 കോടിയുടെ പ്ലേസിൽ പോയി കിടന്നാലും 6 എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ വാല്യൂ എപ്പോഴും 6 ആയിരിക്കും. 6,15,00,000 സംതിങ് എന്ന് പറഞ്ഞിട്ട് 6ന്റെ ഫേസ് വാല്യൂ എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സ്ഥാനത്തിനെ ആശ്രയിക്കുന്നില്ല. എപ്പോഴും ഒരു നമ്പറിന്റെ വാല്യൂ എപ്പോഴും ഫേസ് വാല്യൂ അല്ലെങ്കിൽ മുഖമൂല്യം അത് തന്നെ ആയിരിക്കും, യാതൊരുവിധ വ്യത്യാസവും അതിന് വരുന്നില്ല. ഇനി വരുന്നത് പ്ലേസ് വാല്യൂ ആണ്. പ്ലേസ് വാല്യൂ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അതിൽ പറയാനുണ്ടായിരുന്നു. യെസ് അവനി, ഹായ്. റൈറ്റ്, അല്ലെങ്കിൽ എല്ലാവരെയും അറിയാം. യെസ്, നക്ഷത്ര. ഓക്കെ, നക്ഷത്രയുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നക്ഷത്ര കഴിഞ്ഞ ദിവസം വേറൊരു ഐഡിയ എന്നല്ലേ കയറിയത് അല്ലേ നക്ഷത്ര? അതാണെന്ന് തോന്നുന്നു എനിക്ക് മിസ്സായത്. റൈറ്റ്. ഓക്കെ, സോ പ്ലേസ് വാല്യൂ പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരുന്നു അല്ലേ. അതെ, എന്തുകൊണ്ടായിരുന്നത്? പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാനത്തിനെ ആശ്രയിക്കുന്നുണ്ട്. ഒരു 6 എന്ന് പറയുന്ന സംഖ്യ 1ന്റെ സ്ഥാനത്ത് കിടക്കുമ്പോഴും 100ന്റെ സ്ഥാനത്ത് കിടക്കുമ്പോഴും അതിൻ്റെ പ്ലേസ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ പഠിച്ചത്? ഇതിന് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ തന്നു അല്ലേ. അത് നിങ്ങൾ ആരും പേടിക്കേണ്ട, അതിൻ്റെ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അത് നമുക്ക് ഈ ഒരു ക്ലാസ്സും കൂടി കഴിഞ്ഞിട്ട് ആകെ ഒരു ഷീറ്റൊക്കെ എക്സ്ട്രാ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലാസ്സും കൂടി കഴിഞ്ഞിട്ട് ഒരുമിച്ച് വർക്ക്സ് ആയിട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട്സ് തരാണ്ടിരുന്നത്. അപ്പോൾ ഇന്നും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ തീരുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു നോട്ട്സിൻ്റെ ഒരു ചാപ്റ്ററിൻ്റെ നോട്ട്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ വേറെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി പ്ലേസ് വാല്യൂ വരെ നമ്മൾ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചോട്ടോ. പ്ലേസ് വാല്യൂ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഈ പ്ലേസ് വാല്യൂ വരെ പറഞ്ഞ കാര്യത്തിൽ ഉണ്ടെങ്കിൽ വേഗം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വട്ടം കൂടെ പറയാം. ആദ്യത്തെ ടോപ്പിക്സ് ഒന്നും ചോദിക്കരുത്, അതിന് നിങ്ങളോട് ഞാൻ വീഡിയോ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണുക. ഓക്കെ, അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യത്തിന് മാത്രം, കാരണം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല, എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ഭാഗം ഫേസ് വാല്യൂവിനെയും പ്ലേസ് വാല്യൂവിനെയും പറ്റിയിട്ട് ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ. ഓക്കെ, റൈറ്റ്. യുദ്ധി വന്നു എന്ന് പറയണ്ടല്ലോ. യുദ്ധി എവിടെ പോയിക്കായിരുന്നു? യുദ്ധി കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? യുദ്ധി റൈറ്റ്, യുദ്ധി വന്നു എന്ന് പറയണ്ട. റൈറ്റ്, ഞാൻ യുദ്ധിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായെന്ന് തോന്നുന്നു. ഓക്കെ, സോ അപ്പോൾ ഇത് എല്ലാവരും നോ എന്ന് പറയട്ടെ. അപ്പോൾ ഇതുവരെ ഉള്ളത് പെർഫെക്റ്റ്ലി ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒരു തംസ് ഇട്ടെ, വേഗം കാണട്ടെ. നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആയെന്ന് ഞാനൊന്ന് കാണട്ടെ. വേഗം ഒരു തംസും ഹാർട്ട്സ് ഒക്കെ ഇട്ടോ.
കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്, അതെന്തായാലും നല്ലതാണ്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെയാണ് പെർഫെക്റ്റ് ആണെങ്കിൽ വേഗം നിങ്ങളൊരു തംസ് ഇട്ടോളൂ. അപ്പോൾ എനിക്കറിയാലോ നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആയിന്ന്. ജസ്റ്റ് ക്ലിയർ ആണോ അതോ പെർഫെക്റ്റ്ലി ക്ലിയർ ആണോ എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേഗം തംസ് ഇട്ടു, വേഗം വേഗം. അപ്പോൾ ഈ ടൈപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ തംസ് ഇട്ടാൽ മതി, അതല്ലേ കുറച്ചും കൂടി എളുപ്പം. തംസും ഹാർട്ട്സും നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് അറിയാനായിട്ടാണ്. യെസ്, ആവണി ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഇടുന്നുണ്ട്. റൈറ്റ് അഭിനന്ദ്, റൈറ്റ് ജുവൽ, ഓക്കെ എല്ലാവരും ഇടുന്നുണ്ട്. ഓക്കെ യെസ്, എല്ലാവരും ഇട്ടിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ അതാ എല്ലാവരും ഇടുന്നുണ്ട്. അപ്പോൾ പക്ഷെ ഇന്ന് നമുക്ക് 43 പേരായിട്ടുണ്ട്. അത്ര ഒരു അനക്കം നമുക്ക് ചാറ്റ് ബോക്സിൽ കാണാനില്ലല്ലോ. ഇത്രേ ഉള്ളൂ, ഇത്ര പേർക്ക് മനസ്സിലായിട്ടുള്ളൂ. 1 2 3 4 5 6 6 7 8. ഒരു വട്ടം പറയണോ? ആരോ ചോദിച്ചിട്ടുണ്ടല്ലോ. 9 10 ഒക്കെ എല്ലാവരും പറയുന്നുണ്ട്. സെയ്തൻ, തംസും ഹാർട്ട്സ് ഒക്കെ വരട്ടെ. എന്താണ് റയാൻ എന്താ മനസ്സിലായില്ലേ? റയാൻ തംസ് വന്നില്ലല്ലോ. റയാൻ എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? ഇനി വീണ്ടും പറയേണ്ടതുണ്ടോ? ഒരു ഇമോജി ആയിട്ടേക്കണത് ഞാൻ തംസ് ഇടാൻ പറഞ്ഞു. അപ്പോൾ ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്റർനാഷണൽ സിസ്റ്റത്തിന് എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണോ ഇന്റർനാഷണൽ സിസ്റ്റം ഡിസ്കസ് ചെയ്തത്? ഓക്കെ, അപ്പോൾ 1-2 പേര് ഒരു വട്ടം കൂടെ പറയുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കുറച്ച് പേര് 2-3 പേരൊക്കെ മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. ബാക്കി മനസ്സിലായവരും ഒന്നും കൂടി കേട്ടോളൂ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഓക്കെ, സോ എന്താണ് നമ്മുടെ ഇന്റർനാഷണൽ സിസ്റ്റം മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വട്ടം കൂടി പറയുമോ എന്ന് ഒരാളും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് പറയാം, കാരണം വീഡിയോ ഇപ്പോൾ അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് തന്നെ പോകണതല്ലേ ബെറ്റർ. അതുകൊണ്ട് നമുക്ക് വെറുതെ ജസ്റ്റ് ഒരു വട്ടം പറഞ്ഞിട്ട് പോവാം. ഇന്റർനാഷണൽ സിസ്റ്റം എന്തായിരുന്നു? നമ്മൾ നമ്മുടെ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പോലെ ഇന്റർനാഷണലി അവർക്ക് വേറെ പേരുകളാണ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇവിടെ 1 lakh എന്ന് പറയുന്നതിന് പകരം അവരുടെ അവിടുത്തെ നെയിം, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ അവർ യൂസ് ചെയ്യുന്ന നെയിം എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന നെയിം എന്ന് പറയുന്നത് 100,000 എന്നാണ്. നമ്മൾ യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, യൂട്യൂബും ടിക്ടോക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഈ ഒരു റെപ്രസെൻറ്റേഷൻ വളരെ ഫെമിലിയർ ആണ്. കാരണം നമുക്ക് 1K ലൈക്സ് അല്ലെങ്കിൽ 100K ലൈക്സ്, അത്രയും വ്യൂസ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാലോ. അപ്പോൾ ഈ 100K എന്ന് പറയുന്നതാണ് 100 കഴിഞ്ഞിട്ട് പിന്നെ 3 0 കൂടി ഇടുക, അതാണ് നമ്മുടെ 1 lakh. അപ്പം നമ്മുടെ 1 lakh, നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ 1 lakh എന്നുള്ളതിൻ്റെ ഇന്റർനാഷണൽ റെപ്രസെൻറ്റേഷൻ 100,000 എന്നാണ്. അപ്പം ഇതിന് പ്രത്യേകിച്ച് നമ്മുടെ നിയമങ്ങളല്ല വരുന്നത്. ഇവിടെ ഇങ്ങനെ പറയുന്നത് ഇന്റർനാഷണലി ഇതാണ് പേര്. അപ്പോൾ ആ പേര് പഠിക്കുക എന്നുള്ളതാണ് ഇന്റർനാഷണൽ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സെയിം തന്നെ നമ്മൾ ഇവിടെ 10 lakh എന്ന് പറയുന്നത്, ഇവിടുത്തെ നമ്മുടെ 10 lakh എന്ന് പറയുന്നതാണ് ഇന്റർനാഷണലി അവരെ 10 lakhനെ പറയുന്നത് 1 million എന്നാണ്. അപ്പോൾ 20 lakhs ഒക്കെ ആണെങ്കിൽ ദാറ്റ് ഈസ് 2 million. നമ്മുടെ 20 lakhs ആണെങ്കിൽ ദാറ്റ് ഈസ് 2 million ആണ്. പിന്നെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞത്? അവർ 3 ഗ്രൂപ്പ് ആക്കിയിട്ടാണ് കോമ ഇടുന്നത് അല്ലേ? കണ്ടോ, 3 എണ്ണം ഒരുമിച്ചാക്കുക ആദ്യം, എന്നിട്ട് അതിനെ മാറ്റി നിർത്തി ബാക്കിയുള്ളതിനെ കോമ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ 3 എണ്ണത്തിനെ മാറ്റി നിർത്തി, ദെൻ കോമ അങ്ങോട്ട് ഇട്ടു, എഗെയിൻ ഇവിടെ 3 എണ്ണത്തിനെ മാറ്റി നിർത്തി കോമ ഇട്ടു. അപ്പോൾ 3 ആണ് നമ്മുടെ ഇന്റർനാഷണൽ സിസ്റ്റത്തിന്റെ കോമ ഇട്ട് പോകുന്ന ഗ്രൂപ്പിംഗ്സ് വരുന്നത്. ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് ഓഫ് 3 ഡിജിറ്റ്, 3 അക്കങ്ങളുള്ള ഗ്രൂപ്പുകളായിട്ടാണ് വേർതിരിക്കപ്പെടുന്നത്. അത് എവിടെ നിന്ന് തുടങ്ങണം? വൺസിന്റെ പ്ലേസിൽ നിന്നാണ് ഈ 3 3 3 എന്നുള്ള കാറ്റഗറി ആക്കേണ്ടത്. നമുക്ക് ഇന്ത്യൻ സിസ്റ്റത്തിൽ 2 2 2 എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മൾ കോമാസ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഇവിടെ 10 ലക്ഷം എന്ന് പറയുന്നതിന് 1 million എന്നാണ് പറയുന്നത്. പിന്നെന്താ വരുന്നത്? അപ്പോൾ 1 കോടിനെ നമ്മുടെ 1 crore അവർക്ക് എത്രയാണ്? 10 million ആണ്. 1 crore എന്ന് പറയുന്നതാണ് 10 million. നമുക്ക് ഇവിടെ എണ്ണി നോക്കിയാൽ അറിയാലോ നിങ്ങൾക്ക്. 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞാൽ നമുക്കത് 1 crore ആണ്. ഇന്റർനാഷണൽ റെപ്രസെൻറ്റേഷൻ ഇറ്റ് വിൽ ബി റെപ്രസെൻറ്റഡ് ആസ് 10 million. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ ഇന്റർനാഷണൽ സിസ്റ്റം മനസ്സിലായില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത് നെയിംസ് ആണ് ഡിഫറെന്റ് അല്ലേ? നമ്മുടെ ഇവിടെ 1 ലക്ഷം എന്ന് പറയുന്നതിന് പകരം ഇന്റർനാഷണലി ഇന്റർനാഷണൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് 100,000 എന്നാണ്.
അവർ 1500 എന്നുള്ളതിനെ 1500 എന്നാണ് പറയുന്നത്. നമ്മുടെ 1500 എന്നൊക്കെ നമ്മൾ പറയുന്നതിന് അവിടെ 1500 എന്നാണ് പറയുക. അപ്പം നമുക്കത് ഈ യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും അത്. ഓക്കെ, മനസ്സിലാവും. കാരണം നമുക്കറിയാം നമ്മുടെ യൂട്യൂബിലൊക്കെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി എന്നാ പറയാ അല്ലെ, അല്ലാണ്ട് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറഞ്ഞിട്ടല്ലാതെ അവർ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നതാണ്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി, അല്ലെങ്കിൽ 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി. ഇൻസ്റ്റയിലൊക്കെ നമുക്ക് റീലിന്റെ ലൈക്ക് നോക്കുകയാണെങ്കിലൊക്കെ കെ ലാ കാണിക്കുക. കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കെ എന്ന് പറഞ്ഞാൽ 1000 എന്നുള്ളതിന്റെ റെപ്രസെന്റേഷൻ ആണ് കെ എന്നുകൊണ്ട് വരുന്നത്. അപ്പൊ 100K എന്ന് പറഞ്ഞാൽ അത് 100, പിന്നെ അതിന്റെ കൂടെ 3 0 കൂടി ഇടുക, ദാറ്റ് ഈസ് 100,000. Internationally it is represented as 100,000. In Indian representation it is 1 lakh. അപ്പോൾ നമ്മുടെ 1 lakh ആണ് ഇന്റർനാഷണലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ 100,000. നമ്മുടെ 10 lakh ആണ് ഇന്റർനാഷണൽ റെപ്രസെന്റേഷനിൽ 1 മില്യൺ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ റെപ്രസെന്റേഷൻ. പിന്നെ പ്ലേസ് വാല്യൂ, ഫേസ് വാല്യൂ ആയിരുന്നു. ഫേസ് വാല്യൂ ഞാൻ ഓൾറെഡി ഇപ്പം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഒരു നമ്പറിന്റെ മുഖമൂല്യം അല്ലെങ്കിൽ അതിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഏതൊരു സ്ഥാനത്ത് കിടന്നാലും ആ നമ്പറിന്റെ അതേ വാല്യൂ ആയിരിക്കും. 6 എന്ന് പറയുന്ന ഒരു സംഖ്യ പോയിട്ട് നമ്മൾ കോടിയുടെ സ്ഥാനത്ത് ഇടുകയാണെങ്കിൽ പോലും ആ 6ന്റെ വാല്യൂ, 6ന്റെ ഫേസ് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 6 തന്നെയാണ്. അത് കിടക്കുന്ന പ്ലേസിനെ റിലേറ്റ് ചെയ്യുന്നേ ഇല്ല. 600 അല്ലെങ്കിൽ 6555-ലും 60555-ലും 6,555,000-ലും ഏതൊരു ഇങ്ങനത്തെ സംഖ്യയിൽ നോക്കിയാലും എന്താ ഉണ്ടാവുള്ളൂ? ആ 6 എന്ന് പറയുന്ന സംഖ്യയുടെ ഫേസ് വാല്യൂ 6 തന്നെ ആയിരിക്കും. നിങ്ങൾ സ്ഥാനം നോക്കുക വേണ്ട. 2 എന്ന് പറയുന്ന സംഖ്യ 2 ലക്ഷത്തിലും 2 കോടിയിലും 20 കോടിയിലും എവിടെ നമ്മൾ നോക്കിയാലും 2 എന്നാണ് ആ സംഖ്യയുടെ വാല്യൂ എങ്കിൽ അതിന്റെ ഫേസ് വാല്യൂ മറക്കരുത്. മുഖമൂല്യം എന്തായിരിക്കും? ആ 2 തന്നെ ആയിരിക്കും. ഒരു കാരണവശാലും അത് മാറുന്നില്ല. പക്ഷേ പ്ലേസ് വാല്യൂയിലേക്ക് വരുമ്പോൾ സ്ഥാനത്തിനെ നോക്കണം. അവിടെയാണ് കുറച്ച് പ്രശ്നം വരുന്നത്. കാരണം അവിടെ ഒരു ഫോർമുല ഉണ്ട് അല്ലേ? ഒരു സ്ഥാനത്തിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ ഫേസ് വാല്യൂ ഗുണിക്കണം അത് കിടക്കുന്ന സ്ഥാനത്തിന്റെ വാല്യൂ. ഓക്കെ, എല്ലാവരും ഇപ്പൊ വീഡിയോ ലൈക്ക് ഇഷ്ടമാണെന്നും പിന്നെ പേരൊക്കെ പറയുന്നുണ്ട്. യെസ് അക്ഷിത, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എപ്പോഴും എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എന്തെങ്കിലും മെസ്സേജസ് ഒക്കെ മിസ്സായി പോകുന്നത്. അതിന് സോറി. ഓക്കെ, സോ പ്ലേസ് വാല്യൂ നോക്കുമ്പോൾ എന്തായാലും നമ്മൾ അതിന്റെ ഫേസ് വാല്യൂവും അതിന്റെ കൂടെ ആ നമ്പർ കിടക്കുന്ന സ്ഥാനം 6 ലക്ഷത്തിൽ കിടക്കുന്ന 6ന്റെയും 6500 കിടക്കുന്ന 6ന്റെയും പ്ലേസ് വാല്യൂ ഡിഫറെന്റ് ആണ്. 6 ലക്ഷത്തിലാണെങ്കിൽ അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 6 ഏത് സ്ഥാനത്തെ കിടക്കുന്നത്? ലക്ഷത്തിന്റെ സ്ഥാനത്തിലാണ് അല്ലെ കിടക്കുന്നത്. 6000 എന്ന് പറയുമ്പോഴോ അത് 1000ന്റെ സ്ഥാനത്തിലാണ് കിടക്കുന്നത്. അപ്പോ പ്ലേസ് വാല്യൂ മാറുന്നുണ്ട്, ഫേസ് വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും. പ്ലേസ് വാല്യൂവിന്റെ ഇക്വേഷൻ എന്താണ്? പഠിച്ചു വെക്കണം. എന്താണ് പ്ലേസ് വാല്യൂവിന്റെ ഇക്വേഷൻ? പ്ലേസ് വാല്യൂ ഓഫ് എ ഡിജിറ്റ് എന്ന് പറയുന്നത് ഫേസ് വാല്യൂ ഓഫ് ദ ഡിജിറ്റ് ഇൻറ്റു വാല്യൂ ഓഫ് ദ പ്ലേസ് ഒക്യുപ്പൈഡ്. അതായത് സ്ഥാനമൂല്യം എന്ന് പറഞ്ഞാൽ മുഖമൂല്യം ഗുണിക്കണം അക്കം നിലകൊള്ളുന്ന സ്ഥാനത്തിന്റെ മൂല്യം. 1 ലക്ഷത്തിന്റെ സ്ഥാനത്താണെങ്കിൽ ഇൻറ്റു 1 lakh, 10 ലക്ഷത്തിന്റെ സ്ഥാനത്താണെങ്കിൽ ഫേസ് വാല്യൂ ഇൻറ്റു 10 ലക്ഷം. മനസ്സിലായല്ലോ? അത് ബേസ് ചെയ്തിട്ട് നമ്മൾ കുറേ പ്രോബ്ലംസ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതെല്ലാതും പ്രോബ്ലംസ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാതും ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മാത്രമാണ് വിട്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് ഈ നോട്ട് ഷെയർ ചെയ്ത് തരുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുവരെ ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ എന്തായാലും പുതിയ സാധനം എടുക്കാൻ പോവാം. നമുക്ക് പുതിയതും കൂടി പഠിക്കണ്ടേ? പുതിയത് ഇന്ന് വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കപ്പോൾ പുതിയതിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു ഹൃത്തിക. എല്ലാവരും ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. താങ്ക് യു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേരൊക്കെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലാസ് ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. ഇസൈ എന്ന് പറയുന്ന ആളുടെ പേരെന്തായിരുന്നു? ജസ്റ്റ് ലെറ്റ് മീ ചെക്ക്. നിങ്ങൾ കുറച്ചധികം പേരുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. താങ്ക് യു ഹൃത്തിക. ഓക്കെ, സോ റൈറ്റ്. സോ അങ്ങനെയാണ് നമ്മളപ്പോൾ ഈ പ്ലേസ് വാല്യൂ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്.
ഓക്കെ റൈറ്റ്. അപ്പോൾ നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കണം. വേറെ കാര്യങ്ങളൊക്കെ ഒന്നും ചർച്ച ചെയ്യാതെ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമുക്ക് പുതിയ ടോപ്പിക്ക് പോയാലോ? പുതിയ ടോപ്പിക്കേക്ക് പോവാം അല്ലേ? റൈറ്റ്. അപ്പോൾ നമ്മുടെ പുതിയ ടോപ്പിക് എന്ന് പറയുന്നത് ലീസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് നമ്പർ, ചെറുതും വലുതും ആയ സംഖ്യകൾ. യെസ് സാൽവിയ, സോറി. ഓക്കെ, സാൽവിയ പേര് നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലീസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് ചെറുതും വലുതും, ഏറ്റവും ചെറിയ സംഖ്യയും ഏറ്റവും വലിയ സംഖ്യയും എങ്ങനെ കണ്ടുപിടിക്കാം, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അത് വളരെ നിങ്ങൾക്കപ്പോൾ തോന്നുമ്പോൾ ചെറിയ സംഖ്യ വലിയ സംഖ്യയോ അതെന്തിനാ ഇപ്പോൾ കണ്ടുപിടിക്കണേ, അല്ലെങ്കിൽ അത് നമുക്ക് അറിയണ കാര്യമല്ലേ, അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഓരോ നമ്പർ ഓഫ് ഡിജിറ്റ്സിൻ്റെ, അതായത് 2 ഡിജിറ്റ് നമ്പറിൽ ഏറ്റവും ചെറുതും ഏറ്റവും വലുതും ഏതാണ്, 3 ഡിജിറ്റ്സ് നമ്പറിൽ ഏറ്റവും ചെറിയ സംഖ്യയും ഏറ്റവും വലിയ സംഖ്യയും ഏതാണ്, 4 ഡിജിറ്റ്സ് നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ സംഖ്യയും ഏറ്റവും വലിയ സംഖ്യയും ഏതാണ്, അതാണ് നമ്മൾ ലീസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് ഉള്ള ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊരു ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും മനസ്സിലായോ? നമ്മളപ്പോൾ പഠിക്കാൻ പോകുന്നത് ഓരോ ഡിജിറ്റ്സിലും ചെറുതും വലുതുമായിട്ടുള്ള സംഖ്യകളാണ്. അപ്പം നമുക്കറിയാം, ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ സംഖ്യ നമുക്കറിയുന്നത് 1 ആണ് അല്ലേ. 0 നമ്മളൊരു സംഖ്യയായിട്ട് കൂട്ടുന്നില്ല, 1 ഡിജിറ്റ് നമ്പറാണ് നമുക്ക് തുടങ്ങുന്നത്. അതിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. ഒരു 1 ഡിജിറ്റ് നമ്പറിലെ ഏറ്റവും വലിയ സംഖ്യ എത്രയാ? ഒറ്റ ഡിജിറ്റ് ഉള്ള നമ്പേഴ്സിലെ ഒറ്റക്ക സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ് അല്ലേ. അത് നമുക്കറിയാം. അപ്പോൾ ഒറ്റക്ക സംഖ്യകളിലെ ഏറ്റവും ചെറിയ സംഖ്യ 1ഉം ഏറ്റവും വലിയ സംഖ്യ 9ഉം ആണ്. അതെല്ലാവർക്കും അറിയണതാണല്ലോ. അപ്പോൾ അങ്ങനെ 2 അക്കമുള്ള സംഖ്യകളിലെയും 3 അക്കമുള്ള സംഖ്യകളിലെയും പിന്നെ 4 അക്കമുള്ള സംഖ്യകളിലെയും 5 അക്കം, അങ്ങനെ എല്ലാ നമ്പർ ഓഫ് ഡിജിറ്റ്സിലെയും ലീസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഡിജിറ്റ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ എല്ലാവരും എന്താ ആക്റ്റീവായിട്ട് ചാറ്റ്സ് ഒക്കെ ഇടുന്നുണ്ട്. താങ്ക് യു ലക്ഷ്യ. റൈറ്റ്. സോ അപ്പോൾ നമ്മുടെ ലൈക്സ് ഒക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ കമൻറ്റ് ഇട്ടേക്കണം, ഞാൻ കണ്ടു ലൈക്സ് കുറവാണല്ലോ മിസ് എന്ന് അല്ലേ. അപ്പോൾ ലൈക്സ് ഒക്കെ എല്ലാവരും, വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ആ ക്ലാസ്സിൽ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ, അതാരും വിട്ടു പോകരുത്. ഓക്കെ, യെസ്. അപ്പോൾ അതെല്ലാവരും കമൻറ്റ് ചെയ്തു 9 ആണ്. റൈറ്റ് റൈറ്റ്. എല്ലാവരും ദയ ആൻഡ് ലക്ഷ്യ, ആഷ്മി, ആരോൺ, ആദിദേവ്, അഭിനന്ദ്, ശ്രീനന്ദ, ശ്രീഹരി. റൈറ്റ്. ഓക്കെ, സോ അപ്പോൾ ഞാനിപ്പോൾ പേരൊക്കെ നോക്കാണ്ട് കേട്ടോ പറഞ്ഞത് നിങ്ങളുടെ. ഞാനപ്പോൾ പേര് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഞാനിപ്പോൾ പേര് പഠിച്ചു തരുന്നുണ്ട്, ഞാൻ ഓർത്ത് പറഞ്ഞതാ പേര്. അപ്പോൾ നമുക്ക് ഇതുപോലെ പേരൊക്കെ പഠിക്കാം കേട്ടോ. സോ ഇതന്നെ എല്ലാവരും ഇടുന്നുണ്ട്. ഓക്കെ, സുവീർ. ഓക്കെ ഓക്കെ, അങ്ങനെ എല്ലാവരും ഇടുന്നുണ്ട്. വെരി ഗുഡ്. സോ ജൂലിയ ജിജോ എന്ന് പറയുന്നത് ജുവലിൻ്റെ നെയിം അല്ലേ? കൃഷീവ്, എല്ലാവരും ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. 1 ഡിജിറ്റ് നമ്പറിൽ 1ഉം 9ഉം ആണ്. അപ്പോൾ 2 ഡിജിറ്റ് നമ്പറിലെയോ 2 ഡിജിറ്റ്സിലത്തെ ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണ്? 2 ഡിജിറ്റ്സ് നമ്പേഴ്സിലെ ഏറ്റവും ലീസ്റ്റ് നമ്പർ, ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണ്? അതാണ് എൻ്റെ അടുത്ത ചോദ്യം. 2 ഡിജിറ്റ്സിലത്തെ ഏറ്റവും ചെറിയ സംഖ്യ വേഗിട്ടോളൂ. ഏറ്റവും ചെറിയ സംഖ്യ 2 ഡിജിറ്റ്സിലത്തെ ഏറ്റവും ചെറിയ സംഖ്യ. താങ്ക് യു നക്ഷത്ര. ന്യൂമറിക് സിസ്റ്റത്തിലത്തെ 0 ആണ്. എന്താ അവനി, ഞാൻ പറയുന്നത് ഒറ്റക്ക സംഖ്യകളിലെ 1 ഡിജിറ്റ് നമ്പറിലത്തെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. ഒറ്റക്ക സംഖ്യകളിലെയാണ് ഞാൻ പറഞ്ഞത്. ആസ് എ ഹോൾ നമ്മൾ ന്യൂമറിക് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ 0 ആയിരിക്കാം, പക്ഷേ ഒറ്റക്ക സംഖ്യകളിലെ ഏറ്റവും ചെറുത് 1 ആണ്. റൈറ്റ്. ഇതെല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. 10 ആണ് കേട്ടോ, 11 അല്ല വരുന്നത്, 10 ആണ്. അപ്പോൾ 2 അക്കമുള്ള സംഖ്യകളിലത്തെ ഏറ്റവും ചെറിയ നമ്പർ. അപ്പോൾ ഏറ്റവും വലുത് എത്രയാ? 2 അക്ക സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യ, ഗ്രേറ്റസ്റ്റ് നമ്പർ എത്രയാണ്? വലുത് എത്രയാണെന്ന് പറഞ്ഞോളൂ. എല്ലാവരും ആൻസർ ചെയ്യണോണ്ടാണ് കേട്ടോ ഞാൻ പേര് പറയാത്തത്. വലിയ സംഖ്യ എത്രയാണെന്ന് പറഞ്ഞോളൂ. 2 അക്കമുള്ള സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യ പറഞ്ഞോളൂ.
താങ്ക് യു ആദിദേവ്. റൈറ്റ്, ഓക്കെ. അപ്പോൾ ഇതാ ലൈക്സ് ഒക്കെ കുറവാട്ടോ. റൈറ്റ്, ഇതാ എല്ലാവരും പറയുന്നുണ്ട്. നക്ഷത്ര, യെസ്. സുവീർ, എല്ലാവരും പറയുന്നുണ്ട് 99. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. റൈറ്റ്, യെസ് യുതി, എല്ലാവരും ദാ 99 ആൻസർ ഇട്ടിട്ടുണ്ട്. കറക്റ്റാണ്. അപ്പം നമുക്ക് കിട്ടി ഏറ്റവും ചെറിയ സംഖ്യ രണ്ടക്കത്തിലത്തെ 10ഉം ഏറ്റവും വലിയ സംഖ്യ 99ആണ്. അപ്പം നമുക്ക് വെറുതെ ആലോചിച്ചാൽ തന്നെ ഇത് കിട്ടും അല്ലേ? വെറുതെ ആലോചിച്ചാൽ തന്നെ നമുക്കിത് കിട്ടും. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ആറ് ഡിജിറ്റ് ഉള്ളതിലെ 6 ഡിജിറ്റ്സ് ഉള്ള സംഖ്യകളിലത്തെ ഏറ്റവും ചെറിയ സംഖ്യയും വലിയ സംഖ്യ എത്രയാണ്? കേട്ടോ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് 6 ഡിജിറ്റ്, അയ്യോ 10, 100 അങ്ങനെ ഇരുന്ന് വീണ്ടും എണ്ണേണ്ടി വരും. അവസാനത്തെ ഡിജിറ്റ്സ് ഒക്കെ നോക്കാനായിട്ട് 5 ഡിജിറ്റ്സ് ആണ്, 6 ഡിജിറ്റ്സ്. മൊത്തത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നേക്കാം. എല്ലാവർക്കും വരുന്നല്ല ഞാൻ പറയുന്നത്. ഇത് ആക്ച്വലി വളരെ സിമ്പിൾ ആണ്. പക്ഷേ 6 ഡിജിറ്റ്, 8 ഡിജിറ്റ്, 10 ഡിജിറ്റിലത്തേക്ക് ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ ചോദിച്ചാൽ നമുക്ക് 10 ഡിജിറ്റിലത്തെ ഗ്രേറ്റസ്റ്റ് നമ്പറോ അങ്ങനെ ഒരു ചെറിയൊരു സംശയം വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഈ ലീസ്റ്റ് നമ്പറും ഗ്രേറ്റസ്റ്റ് നമ്പറും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വലി ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാം അത് എത്രയായാലും. അപ്പോൾ അതാണ് നമുക്ക് സംശയം വരുന്നത്. നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ ഏറ്റവും വലിയ സംഖ്യ വരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 90 lakh അല്ലെങ്കിൽ 0000 ഇട്ടിട്ട് നമ്മൾ അതിനെ വലിയ സംഖ്യയാണെന്ന് വിചാരിക്കും. അപ്പോൾ അവിടെയാണ് നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ യെസ് ഹൃതിക, ദാറ്റ്സ് റൈറ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. റൈറ്റ് ആദിദേവ്, കറക്റ്റാണ്. അതാണ് ഞാൻ ചോദിച്ചതാണ്. റൈറ്റ് അഭിനന്ദ്. അപ്പോൾ കുറച്ച് പേരൊക്കെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവരെ പേര് വിളിക്കുന്നത് ഗ്രേറ്റസ്റ്റ് നമ്പർ പറഞ്ഞവരുടെയാണ് കേട്ടോ. ലീസ്റ്റ് നമ്പർ എല്ലാവരും പറയുന്നുണ്ട്. ദാറ്റ് ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോർമുല നോക്കിയാലോ. എങ്ങനെയാണ് ഇത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലീസ്റ്റ് നമ്പറും ഗ്രേറ്റസ്റ്റ് നമ്പറും കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ ഫോർമുല നമുക്കൊന്ന് നോക്കാം. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും നമ്മൾ സ്റ്റിൽ ഇത് പഠിക്കുകയായതുകൊണ്ട് ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്തേ പറ്റൂ. സോ നോക്കിക്കോളൂ. അപ്പോൾ ഒരു n ഡിജിറ്റ് നമ്പറിൻ്റെ ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ, ഒരു 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ അതിലത്തെ n എന്ന് പറഞ്ഞാൽ 2 ആണ്. ഒരു 4 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം n എന്ന് പറഞ്ഞാൽ 4 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ അവിടുത്തെ n എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ എത്ര ഡിജിറ്റ് ഉണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ ജനറലി n എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ നമ്മൾ എപ്പോഴും മാത്സിൽ ഒരു സാധനത്തെ ജനറലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ n നമ്പർ ഓഫ് ടേംസ്, n ടേംസ് ഉണ്ട് അവിടെ. അങ്ങനെയല്ല നമ്മൾ പറയാം. നമ്മളെപ്പോഴും ജനറലി കാണിക്കുമ്പോൾ 1 2 3 4 5 6 എക്സെട്ര ടു n വരെ. അപ്പോൾ നമുക്ക് ഏറ്റവും അറിയാത്തൊരു സംഖ്യയാണ് നമ്മളിവിടെ n എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ജനറൽ ആയിട്ട് എല്ലാത്തിനും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് n എന്നുള്ളൊരു സംഖ്യ എടുക്കുന്നത്. അപ്പോൾ ഒരു സംഖ്യയുടെ നമ്പർ ഓഫ് ഡിജിറ്റ്സ്, അതിലുള്ള സംഖ്യകളുടെ എണ്ണം, ഓക്കെ, ആ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് n ആണെന്ന് വിചാരിക്കുക. എന്താണെന്ന് വിചാരിക്കണം? n. ഒരു സംഖ്യ, ആ ഒരു സംഖ്യയുടെ അല്ലെങ്കിൽ ഒരു വലിയൊരു ഡിജിറ്റ്, ഒരു വലിയൊരു നമ്പർ, അതിൻ്റെ നമ്പർ ഓഫ് ഡിജിറ്റ്സ്, അതായത് അതിലുള്ള ഡിജിറ്റ്സിൻ്റെ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് n ആണെന്ന് വിചാരിക്കുക. ആ n ആണ് അതിലുള്ള ഡിജിറ്റ്സിൻ്റെ എണ്ണമെങ്കിൽ അതിലത്തെ ലീസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? n-1 സീറോസ് ഇട്ട് കൊടുക്കണം. ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാനൊരു ഉദാഹരണം പറയാം. അതപ്പോൾ ഞാൻ ചോദിച്ചത് എത്രയായിരുന്നു? 1,00,000. 1,00,000 അല്ലെങ്കിൽ 6 ഡിജിറ്റ്സ് നമ്പറിലെ 6 ഡിജിറ്റ്സ് നമ്പേഴ്സിലത്തെ ഏറ്റവും ചെറുത്, അതാണ് ക്വസ്റ്റ്യൻ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. 6 ഡിജിറ്റ് ഉള്ള നമ്പേഴ്സിലത്തെ ഏറ്റവും ചെറുത് അല്ലെങ്കിൽ ലീസ്റ്റ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ n എന്ന് പറയുന്നത് അവിടെ 6 ആണ്. 6 ഡിജിറ്റ് ഉള്ള നമ്പർ അല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ n ഈസ് ഈക്വൽ ടു 6 ആണ്. ഇനി ഈ 6 മൈനസ് 1, അതായത് n മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. അതായത് 6 മൈനസ് 1 ഈക്വൽ ടു 5 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലീസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 1 എന്ന് എഴുതുക. എന്നിട്ട് നമുക്കിവിടെ 5 എന്നല്ല കിട്ടിയത്, 5 0 ഇട്ട് കൊടുക്കുക. അതാണ് ലീസ്റ്റ്
നമ്പർ. 1,00,000 6 അക്കത്തിലെ ഏറ്റവും ചെറിയ നമ്പർ. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മെത്തേഡിൽ തന്നെ പോകണം. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഓർമ്മയിൽ നിന്ന് എടുത്ത് ചെയ്യുമ്പോൾ എളുപ്പമാണ്. പക്ഷെ നമ്മൾ എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫോർമുലേഴ്സും കൂടെ അപ്ലൈ ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സ്റ്റെപ്സിനൊക്കെ മാർക്ക് ഉണ്ടാകാം. നമ്മുടെ എൻട്രൻസിൻ്റെ കാര്യമല്ല പറയുന്നത്, നമ്മൾ എക്സാമിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഈ എന്തിനും മാർക്ക് ഉണ്ടാകാം. ഈ സ്റ്റെപ്പുകൾക്ക് മാർക്ക് ഉണ്ട് അല്ലേ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയല്ലേ. അതുകൊണ്ട് ഈ സ്റ്റെപ്സുകളും നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഞാനപ്പോൾ വേറൊരു എക്സാമ്പിൾ ഇതാ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടത് 7 ഡിജിറ്റ് നമ്പറിലെ ലീസ്റ്റ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? n എന്നുള്ളതാണ് ഇവിടെ 7 അല്ലേ, n എന്ന് പറയുന്നതാണ് ഇവിടുത്തെ 7. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? n-1 കാണണം. n-1 എന്ന് പറഞ്ഞാൽ 7 - 1 അതായത് 6 ആണ്. അത്രയും ക്ലിയർ ആണല്ലോ. ഇനി 7 അക്കമുള്ള ഒരു നമ്പറിലത്തെ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ 1 ഇടുക. ആദ്യം അത് മറക്കരുത്, 1 എന്നിടുക. എന്നിട്ട് നമുക്ക് ഇവിടെ കിട്ടിയ 6 അല്ലേ, ഈ 6 0 ഇട്ട് കൊടുക്കാം. 3 4 5 6. അപ്പൊ നമുക്ക് ഇതാണ് കിട്ടിയത്. 7 അക്കമുള്ള സംഖ്യകളിലത്തെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 10,00,000. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമ്മൾ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ വലിയ സംഖ്യയുടെ അവിടെ എത്തുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ. അപ്പൊ വലിയ യെസ്, അപ്പൊ എല്ലാവരും ആൻസർ കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും ഓൾറെഡി ഇത് മനസ്സിലായി. നമുക്ക് സാധാരണ രീതിയിൽ ആലോചിച്ചാൽ തന്നെ ഇത് മനസ്സിലാകും. പക്ഷെ നമുക്ക് നമ്മുടെ ഈ ഫോർമുല കൂടി ഒന്ന് അപ്ലൈ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, 1 ഇട്ടിട്ട് n-1 അത് മറക്കരുത്. n 7 ആണെങ്കിൽ 7 0 ഇട്ട് വയ്ക്കരുത്. അപ്പൊ അത് വേറെ ഡിജിറ്റായി മാറി, 8 ഡിജിറ്റ് നമ്പറായി മാറി. n എന്ന് പറയുന്നത് 7 ആണെങ്കിൽ 7 ഡിജിറ്റ് നമ്പറിന്റെ ആണ് ഏറ്റവും ലീസ്റ്റ് നമ്പർ ചോദിക്കുന്നതെങ്കിൽ n-1 അതായത് 6 0 ആണ് 1ന്റെ കൂടെ ഇടേണ്ടത്. റൈറ്റ്, എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അപ്പൊ ലീസ്റ്റ് നമ്പർ കിട്ടേണ്ട കാര്യം നമുക്ക് ക്ലിയർ ആയി. ഇനി നമുക്ക് ഗ്രേറ്റസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. ഏറ്റവും ചെറുതും വേണം, ഏറ്റവും വലുതും വേണം. അതാണ് നമുക്ക് ഇനി അടുത്തത് പറയാനുള്ളത്. അങ്ങനെ ഈ ഗ്രേറ്റസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാം. ആ എത്ര നമ്പർ ഉണ്ടോ അത്രയും 9 ഇടുക. അത്രേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അതായത് 7 ഡിജിറ്റ് നമ്പർ ഉണ്ടെങ്കിൽ 7 ആണ് നമ്മുടെ n എങ്കിൽ ഏറ്റവും 7 ഡിജിറ്റിലത്തെ ഏറ്റവും വലിയ സംഖ്യ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ടൈംസ് 7 അതായത് 9 9 9 9 9 9 1 2 3 4 5 6 7. അത്രേ ഉള്ളൂ. 9 തവണ അല്ലെങ്കിൽ 7 തവണ 9നെ അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ഗ്രേറ്റസ്റ്റ് നമ്പർ. മനസ്സിലായല്ലോ? 9 തവണ n-നെ അല്ലെങ്കിൽ എത്രയാണോ ചോദിച്ചിട്ടുള്ള നമ്പർ അതിനെ അങ്ങോട്ട് എഴുതാം. ഓക്കെ, അപ്പൊ മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട് കുറച്ച് പേര്. ഇപ്പൊ ഒന്നും കൂടെ പറയാം. അപ്പോൾ 7 ഡിജിറ്റ് ഉള്ള നമ്പർ. അപ്പൊ ചോദ്യം എന്താണെന്നറിയോ? 7 അക്കമുള്ള നമ്പറുകളിലെ ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണ്? 7 ഡിജിറ്റ് ഉള്ള നമ്പേഴ്സിലത്തെ ഏറ്റവും ചെറിയ നമ്പർ എത്രയാണ് എന്നാണ് ചോദ്യം. 7 ഡിജിറ്റ് ഉള്ള നമ്പേഴ്സിലത്തെ ഏറ്റവും ചെറുത്. അപ്പൊ 7 ഡിജിറ്റ് ഉള്ള നമ്പേഴ്സിലത്തെ ഏറ്റവും ചെറുതിനെ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം n = 7 എന്നെഴുതണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? n-1 കണ്ടുപിടിക്കണം. n-1 ഇവിടെ 7 ആണ് നമ്മുടെ n എന്ന് പറയുന്നത്. അപ്പൊ 7 - 1 6 എന്നുള്ളത് കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? 1 ഇട്ടിട്ട് നമുക്കിപ്പോൾ 6 എന്നല്ലേ ഉത്തരം കിട്ടിയത്, 6 0 അതിന്റെ കൂടെ ചേർക്കുക. മനസ്സിലായോ? 1 എഴുതിയിട്ട് 6 0 അതിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ 7 ഡിജിറ്റ് നമ്പേഴ്സിലത്തെ ഏറ്റവും ചെറിയ നമ്പറിനെ നമുക്ക് കിട്ടി. ഇനി വലുതിനെ കണ്ടുപിടിക്കാനോ? 7 ഡിജിറ്റ് നമ്പർ ആണല്ലോ. അപ്പോൾ 7 തവണ 9നെ എഴുതുക. 9 9 9 9 9 9 9 7 തവണ 9 ഇങ്ങനെ നിരത്തി എഴുതിയാൽ അതായിരിക്കും നമ്മുടെ ഗ്രേറ്റസ്റ്റ് നമ്പർ. ക്ലിയർ ആയോ?
മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഗ്രേറ്റസ്റ്റ് നമ്പർ കുറച്ചും കൂടി എളുപ്പമാണ്. എത്രയാണോ 7 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 5 എത്ര ഡിജിറ്റ്സിൻ്റെ ആണോ ചോദിക്കുന്നത് അത്ര തവണ 9കളെ അങ്ങോട്ട് നിരത്തി പിടിച്ച് എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? ഇതെല്ലാവരും ആൻസേഴ്സ് ഇടുന്നുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ലീസ്റ്റ് നമ്പറും ഗ്രേറ്റസ്റ്റ് നമ്പറും കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ ലീസ്റ്റ് നമ്പർ ഗ്രേറ്റസ്റ്റ് നമ്പർ അതാണ്. ഇനി പ്ലേസ് വാല്യൂയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നേ, അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വേഗം പോവാം കേട്ടോ. പ്ലേസ് വാല്യൂ ഫേസ് വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അതിനുള്ള ആൻസർ നിങ്ങൾ എനിക്ക് തരണേ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നോ? ഇല്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് മിസ്സായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ലീസ്റ്റും ഗ്രേറ്റസ്റ്റും ഇനി ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? ലീസ്റ്റ് നമ്പറും ഗ്രേറ്റസ്റ്റ് നമ്പറും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ക്ലിയർ ആവാത്തതുണ്ടോ? ഇല്ല, എല്ലാവർക്കും ക്ലിയർ ആണ്, എല്ലാവർക്കും ഈസിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ലീസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് പഠിച്ചു. ഇനി പ്ലേസ് വാല്യൂവിലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് അപ്പോൾ അത് മിസ്സായി പോയതാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് അടുത്ത ടോപ്പിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. അതായത് ഒരു നമ്പർ തന്നിട്ടുണ്ട്, അപ്പം ഞാൻ നിങ്ങളോട് ഇത് കാണിച്ച് തരാണ്ട് ചോദിക്കാം. ഓക്കെ, ഫൈൻഡ് കാണിച്ചു തന്നാലാണ് ക്ലിയർ ആവണമെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫേസ് വാല്യൂ ആൻഡ് പ്ലേസ് വാല്യൂ ഓഫ് 8 in 35829. മുന്നൂറ്റി 5829. ഈ നമ്പറിലത്തെ എല്ലാവർക്കും കാണാനുണ്ടല്ലോ നമ്പർ 35829. ഈ നമ്പറിലെ ഫേസ് വാല്യൂവും പ്ലേസ് വാല്യൂവും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. വേഗം ചെയ്തോളൂ. ആദ്യം 35829ന്റെ ഫേസ് വാല്യൂ കണ്ടുപിടിക്കുക. ഫേസ് വാല്യൂ എത്രയാണ്? വേഗം പറഞ്ഞോളൂ. 35829ലെ 8ന്റെ ഫേസ് വാല്യൂ. എല്ലാവരും ആദ്യം ഫേസ് വാല്യൂ ഇടും കേട്ടോ, നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പോവാം. ഫേസ് വാല്യൂ അല്ലെങ്കിൽ മുഖമൂല്യം ഓഫ് 8. പ്ലേസ് വാല്യൂ ഓഫ് 8. പ്ലേസ് വാല്യൂ ഓഫ് 8. അപ്പൊ ഇത് രണ്ടും ഒന്ന് വേഗം പറഞ്ഞേ. എല്ലാവരും ഇപ്പൊ 800 എന്നൊക്കെ ഇടുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഫേസ് വാല്യൂ. ഫേസ് തെറ്റരുത്. ഫേസ് വാല്യൂ, റൈറ്റ്. ഫേസ് വാല്യൂ 8 ആണ്. എല്ലാവരും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. വെരി ഗുഡ്. ഞാൻ പറഞ്ഞിരുന്നു എവിടെ കിടന്നാലും ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയാണ്. വെരി ഗുഡ്. ഇനി പ്ലേസ് വാല്യൂ. ഇനി എനിക്ക് വേണ്ടത് പ്ലേസ് വാല്യൂ. പ്ലേസ് വാല്യൂ 800 ആണെന്ന് പറയുന്നുണ്ട് എല്ലാവരും. വെരി ഗുഡ്. അപ്പോൾ ഫേസ് വാല്യൂ 8ഉം പ്ലേസ് വാല്യൂ 800 ആണെന്ന് പറഞ്ഞു. ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അതാണ് എനിക്ക് വേണ്ടത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കറക്റ്റ് ആണ്. യെസ്, ആദിദേവ് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും കൂടി പറയട്ടെ കേട്ടോ, എന്നിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്വീൻസ് വ്ലോഗ് എന്ന് പറയുന്ന ആദിദേവ്, കുറേ ആദിദേവ് ഉണ്ട് നമുക്ക്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ആളിതാ കറക്റ്റ് വാല്യൂ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വ്യത്യാസമാണ് എനിക്ക് വേണ്ടത്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡിഫറൻസ്. വ്യത്യാസം എങ്ങനെ കാണുക? രണ്ട് നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ രണ്ട് നമ്പറുകൾ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യണം. കറക്റ്റ്. അപ്പോൾ ഇതെല്ലാവരും കറക്റ്റ് ആൻസേഴ്സ് പറയുന്നുണ്ട്. 800ഉം 8ഉം. അപ്പം നിങ്ങൾക്ക് പ്ലേസ് വാല്യൂവും ഫേസ് വാല്യൂവും കണ്ടുപിടിക്കാൻ. യെസ് നക്ഷത്ര, ഇറ്റ്സ് കറക്റ്റ് ആൻസർ. അത് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഫേസ് വാല്യൂ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എല്ലാവർക്കും ക്ലിയർ ആയി. ഇനി വ്യത്യാസം കാണാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഫേസ് വാല്യൂ നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത്? 8 ആണല്ലേ കിട്ടിയത് ഫേസ് വാല്യൂ. ആൻഡ് പ്ലേസ് വാല്യൂ എത്ര കിട്ടിയത്? പ്ലേസ് വാല്യൂ കിട്ടിയത് 800 ആണ്. ഇവിടെ 8 ആണ് കിട്ടിയത്, ഇവിടെ 800 ആണ് കിട്ടിയത്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? 800 മൈനസ് 8, അതായത് 792. അതാണ് നമ്മുടെ ഡിഫറൻസ്. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് ക്വിക്കായിട്ടൊരു പ്രോബ്ലം ചെയ്തത്, അതൊന്ന് ജസ്റ്റ് വിട്ടതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം നമുക്ക് ഇതെല്ലാവർക്കും ക്ലിയർ അല്ലേ? എങ്ങനെയാണ് വ്യത്യാസം കാണാൻ? അല്ല, അതെല്ലാവരും ക്ലിയർ ആയിട്ടുള്ള ആൻസേഴ്സ് പറയുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പം ഞാൻ അതിന് അധികം എംഫസൈസ് ചെയ്ത് വീണ്ടും ഫേസ് വാല്യൂ പ്ലേസ് വാല്യൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. ഇത് കേട്ടത് തന്നെ കേട്ടോണ്ടിരുന്ന ആർക്കായാലും ബോറടിക്കും, എനിക്കതറിയാം. അതുകൊണ്ട്
യെസ്, അത് കറക്റ്റാണ്. കുറച്ച് പേരൊക്കെ അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഗ്രൂപ്പ് ചാറ്റിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ലീസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഫിഗേഴ്സ് പഠിച്ചു. യെസ് ലക്ഷ്യാൻ, സോറി മൈൻഡ് ചെയ്യാത്തതിന് സോറി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പെട്ടെന്ന് ഇപ്പുറത്തേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ മുകളിലത്തെ മെസ്സേജസ് പോകും. അതുകൊണ്ടാണ് കേട്ടോ. സോറി, അല്ലാതെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടൊന്നുമല്ല കേട്ടോ. എല്ലാവരും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിച്ചാലോ? കാരണം ഫേസ് വാല്യൂ, പ്ലേസ് വാല്യൂ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് നമ്പർ പഠിച്ചു. ഇനി ഞാൻ അതിനെപ്പറ്റി പറയണോ? ലീസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് നമ്പറിനെ പറ്റി ഇനി ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? അതിനെപ്പറ്റി ഇനി പറയണോ? വേണ്ട. അപ്പോൾ വേഗം ഒരു തമ്പിട്ടോളൂ. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിന്ന്. ഇട്ടോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. വേഗം എല്ലാവരും ഒരു തമ്പും ഒരു ഹാർട്ടും ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് വേഗം അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ടോപ്പിക് എന്താണ് വരുന്നത്? എല്ലാവരുടെ അടുത്തൊന്നും ഒരു ഇത് വരട്ടെ. എല്ലാവരും നോ എന്ന് പറയുന്നത് ക്ലിയർ ആയി എന്നുള്ള നോ അല്ലേ, അല്ലാതെ ക്ലിയർ ആയില്ല എന്നുള്ള നോ അല്ലല്ലോ. അപ്പോൾ വേഗം തംസ് ഒക്കെ ഇട്ടോളൂ. ഓക്കെ, സോ കുറച്ച് പേരൊക്കെ ഞാൻ പേര് വിളിക്കാത്തതിനുള്ള സങ്കടമായിരിക്കും നിങ്ങൾക്ക്, എനിക്ക് അറിയാം. സോറി. അവിനാഷ് എന്ന് പറയുന്ന ആളുടെ പേരെന്തായിരുന്നു? ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് കുറേ പേരുള്ളതുകൊണ്ടാണ് കേട്ടോ. സോറി എപ്പോഴും എനിക്ക് വിട്ടുപോകുന്നത്. യെസ്, വി ക്യാൻ സ്റ്റഡി. അപ്പം എല്ലാവരും ഒന്ന് താമസമൊക്കെ ഇടുക, എന്നാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നുള്ളത്. ഓക്കെ, റൈറ്റ്, ക്ലിയർ ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ടോപ്പിക്ക് ഏതാ നോക്കാം. അപ്പോൾ പ്ലേസ് വാല്യൂ കഴിഞ്ഞു, ലീസ്റ്റ് ആൻഡ്. യെസ്, അടുത്ത ടോപ്പിക്കും വളരെ എളുപ്പത്തിലുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് പേരൊക്കെ വലിയ വലിയ പേരുകളുണ്ട്. സക്സസർ ആൻഡ് പ്രീഡിസസർ. ഇംഗ്ലീഷിൽ കേൾക്കുമ്പോഴാണ് അത് വലിയ പ്രശ്നമുള്ളൂ. മലയാളത്തിൽ പറയുമ്പോൾ വളരെ എളുപ്പമുള്ള സാധനമാണ്. അതായത് തൊട്ട് മുൻപത്തെ സംഖ്യയും അത് കഴിഞ്ഞ് വരുന്ന പിന്നത്തെ സംഖ്യയും, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതെല്ലാവരും തംസൊക്കെ ഇട്ടിട്ടുണ്ട്. ക്ലിയർ ആണ് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുള്ളതിന് എല്ലാവരും നല്ല ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ ക്ലിയർ ആവുന്നത്. ഓക്കെ, സോ പേര് കേൾക്കുമ്പോൾ സക്സസർ, പ്രീഡെസസർ, എൻ്റെ അമ്മോ എന്തോ വലിയ പേരല്ലേ, അതെന്താ സാധനം? അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഒരു സംഖ്യയുടെ തൊട്ട് മുന്ന് വരുന്ന സംഖ്യേനെയാണ് സക്സസർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്ന സംഖ്യേനെയാണ് പ്രീഡിസസർ എന്ന് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സക്സസീവായിട്ട് അല്ലെങ്കിൽ പിന്തുടർച്ചക്കാർ എന്നൊക്കെ പറയില്ലേ, അത് മറ്റേ ആള്, ആ രാജാവിൻ്റെ സക്സസർ ആണ് ഇയാൾ എന്ന് പറയും. എന്താ അതിൻ്റെ അർത്ഥം? ആ ആളുടെ പിൻതലമുറക്കാരൻ, പിന്നാലെ വരുന്ന ആള്, അത് അടുത്ത അല്ലെങ്കിൽ പിൻപത്തെ, തൊട്ട് മുന്നത്തെ ആണെങ്കിൽ പ്രീഡെസസർ. എന്താണ് പേര്? സക്സസർ, പ്രീഡെസസർ. അപ്പോൾ ഈ മലയാളം മീഡിയംകാർക്ക് ഇതൊരു പ്രശ്നം ഉണ്ടാവില്ല, അവർക്ക് മലയാളത്തിൽ തന്നെയായിരിക്കും കാണുക. പക്ഷെ ഇംഗ്ലീഷ് മീഡിയംകാർ ഈ പേര് കാണുമ്പോൾ അയ്യോ എന്തത് സക്സസർ പ്രീഡെസസർ ഒക്കെ എൻ്റെ അമ്മേ എന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആരും. വളരെ എളുപ്പമാണ്. തൊട്ട് മുന്നത്തെ സംഖ്യയും അത് കഴിഞ്ഞു വരുന്ന സംഖ്യയും, അതായത് സക്സസർ എന്ന് പറഞ്ഞാൽ നമ്പർ ജസ്റ്റ് ആഫ്റ്റർ ദ ഗിവൺ നമ്പർ. പ്രീഡെസസർ എന്ന് പറഞ്ഞാൽ നമ്പർ ബിഫോർ ദ ഗിവൺ നമ്പർ. അപ്പോൾ പ്രീഡെസസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പറിന്റെ തൊട്ട് മുന്ന് വരുന്ന സംഖ്യയും സക്സസർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ കഴിഞ്ഞ് വരുന്ന അപ്പം തന്നെ വരുന്ന സംഖ്യയും. ഓക്കെ, ഇതിലെന്തെങ്കിലും സംശയം? ഇതിലാർക്കും സംശയം ഉണ്ടാവില്ല അല്ലെ? ആ വേർഡ്സുകൾ തമ്മിൽ മാറാണ്ടിരുന്നാൽ മതി. എനിക്ക് മാറിയില്ലല്ലോ, ഇല്ലാന്ന് തോന്നുന്നു. സക്സസർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ കഴിഞ്ഞ് വരുന്ന സംഖ്യ, അതായത് 2ന്റെ സക്സസർ എന്ന് പറയുന്നത് 3 അല്ലേ? ഇനി പ്രീഡെസസർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിന്റെ തൊട്ട് മുമ്പുള്ള സംഖ്യ, 2ന്റെ പ്രീഡെസസർ എന്ന് പറയുന്നത് 1. അപ്പൊ അതിന് എന്ത് ചെയ്താൽ മതി? സക്സസർ കാണാൻ തന്നിട്ടുള്ള നമ്പറിന്റെ കൂടെ 1 കൂട്ടുക, പ്രീഡെസസർ അല്ലെങ്കിൽ മുൻപത്തെ സംഖ്യ കാണാനായിട്ട് തന്നിട്ടുള്ള സംഖ്യയുടെ കൂടെ 1 കുറയ്ക്കുക. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സക്സസർ ഈസ് ദ നമ്പർ ജസ്റ്റ് ആഫ്റ്റർ ദ ഗിവൺ നമ്പർ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് 8,56,979, 8,56,979 അടുത്ത സംഖ്യ. അപ്പോൾ നമുക്ക് പറയുമ്പോൾ ഭയങ്കര എളുപ്പമായിരുന്നു അല്ലേ? ഒരു നമ്പറിന്റെ തൊട്ടപ്പുറത്തുള്ള അടുത്ത സംഖ്യ അല്ലെങ്കിൽ ആ ഒരു നമ്പറിന്റെ തൊട്ട് മുന്നത്തെ സംഖ്യ, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ നോക്കിയേ 8,56,679. അപ്പൊ പെട്ടെന്ന് നമുക്കതിന്റെ അടുത്ത സംഖ്യ എത്രയാന്ന് പറയാൻ പറ്റുമോ? എത്രയാണ് അതിന്റെ അടുത്ത സംഖ്യ? ഒക്കെ കുറേ നമ്പേഴ്സ് വരുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആവും ചിലപ്പോൾ. ഈ എപ്പോഴാ പ്രശ്നം വരികയെന്നറിയോ? ഈ 2025 കഴിഞ്ഞിട്ട് 2099 കഴിഞ്ഞിട്ടുള്ള അടുത്ത സംഖ്യ ഏതാ ഒന്ന് പറഞ്ഞെല്ലാവരും. ഇവിടെ ഇപ്പോൾ 2025 ആണല്ലോ നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർഷം. ഇപ്പോൾ 2025.
ഇതുപോലെ 2099 കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സംഖ്യ ഏതാ? ഒന്ന് വേഗം പറഞ്ഞേ. ചിലർക്ക് അത് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നല്ല മിടുക്കരായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. എന്നാലും ഒന്ന് പറഞ്ഞോ. 2025 നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് വർഷം. അടുത്ത കൊല്ലം 2026. അപ്പൊ നമ്മളിങ്ങനെ പോയി 2099 എത്തുമല്ലോ. അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത വർഷം ഏതായിരിക്കും? അല്ലെങ്കിൽ 2099 കഴിഞ്ഞിട്ടുള്ള അടുത്ത സംഖ്യ ഏതാണ്? വേഗം പറഞ്ഞോ. കണ്ടോ, കുറച്ചൊരു പ്രശ്നം ഉണ്ടല്ലോ ഇവിടെ. അതാണ് ഞാൻ പറഞ്ഞത്. 2099 കഴിഞ്ഞിട്ടുള്ള അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 3000 ആണെന്ന് കുറച്ച് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ 3000 ആവുക? ഇതാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് പേരൊക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, കുറച്ച് പേർക്ക് ആ സംശയമുണ്ട്. കറക്റ്റ്, യെസ്. ദേ കുറെ പേര് 3000 എന്ന് കമന്റ് ചെയ്യുന്നു. അതെങ്ങനെയാ 3000 ആവുക? 3000ന്റെ തൊട്ട് മുന്നുള്ള സംഖ്യ 2999 അല്ലേ? ഇതാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇതിന്റെ കുറെ റീലുകൾ കണ്ടിരുന്നു. അയ്യോ, ഇപ്പൊ ജനിച്ച കുട്ടികളൊക്കെ 3000 എന്ന് പറയുന്ന വർഷം കാണും, അയ്യോ അവരുടെ ഒരു ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് റീൽസ് ഒക്കെ കണ്ടിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, അതെങ്ങനെയാ 3000 എന്നുള്ള വർഷം കാണാം? 3000 എന്നുള്ള വർഷം വരണമെങ്കിൽ ഇനിയും കഴിയണം 900 years അല്ലേ? 2099ന്റെ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 2100 അല്ലേ? മനസ്സിലായോ? ഇതിന്റെ കൂടെ 1 കൂട്ടിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ കൂടെ 1 കൂട്ടുക. അപ്പൊ എത്രയായി? ഇവിടെ 10, വീണ്ടും ഇവിടെ 1, അഗെയിൻ ഇവിടെ 10, ഇവിടെ 1, ആ 1 താഴേക്ക് ഇറക്കിയിട്ടു 2100 അല്ലേ? ഈ പ്രശ്നം നിങ്ങൾക്ക് വരും എന്ന് പറയണോണ്ടാണ് ഞാൻ ചോദിച്ചത്. മനസ്സിലായോ? അപ്പൊ കുറച്ച് പേർക്കൊക്കെ തെറ്റിയില്ലേ? കുറച്ച് പേരൊക്കെ 3000 കേട്ടേക്കണ കണ്ടില്ലേ? അതെ, ആ ഒരു പ്രശ്നം വരും. അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോ ഇതിന്റെ തൊട്ടടുത്തുള്ള നമ്പർ അല്ലേ, അതെന്തിനാ എത്ര വലിയ പ്രശ്നമുള്ള കാര്യം എന്ന് തോന്നും. സ്റ്റിൽ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഇങ്ങനെ ഒരു നമ്പർ ഇപ്പൊ 3099, 50099 എന്നൊക്കെ ചോദ്യം വരും. അപ്പൊ നമ്മൾ ഉറപ്പായിട്ട് അടുത്തത് എഴുതും 60,000 എന്ന്. ഉറപ്പായിട്ട് എഴുതും. ആ ഒരു തെറ്റ് നമുക്ക് വരും. അതിനാണ് ഞാനിപ്പോ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പൊ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഇൻസ്റ്റാ റീലിലൊക്കെ. ഇപ്പൊ കുറെ പേര് അത് കുറെ ഇങ്ങനെ തെറ്റാണത്, മിസ്റ്റേക്ക് ആണത്, അത് തെറ്റാണ്, അതങ്ങനെ വരില്ല. കുറെ പേര് കണ്ടിരിക്കുന്നു. ഞാൻ കണ്ടത് കുറെ പേര് ഇങ്ങനെ ഇട്ടേക്കുക, ഇപ്പൊ ജനിച്ച കുട്ടികൾ 2025 ജനിച്ച കുട്ടികൾക്ക് 75 വയസ്സാകുമ്പോഴേക്കും അവര് 3000 എന്ന് പറയുന്ന വർഷം കാണാൻ പറ്റും, അവരുടെ ഒരു ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. 3000 എന്നുള്ള വർഷത്തായിട്ട് ഇനിയുണ്ട് 900+ years. 900 വർഷക്കാരെങ്കിലും ജീവിച്ചിരിക്കുമോ അത് കാണാൻ? ഇല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. 99 എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അടുത്ത നമ്പർ എപ്പോഴും 100 ആയിരിക്കുള്ളൂ. 2099 കഴിഞ്ഞാൽ 2100. ക്ലിയർ ആയോ? മനസ്സിലായോ? അതെ, അതാണ് ഞാൻ പറഞ്ഞ കാര്യം. അപ്പൊ നമ്മൾ ഈ വിചാരിക്കണ പോലെ സക്സസർ അല്ലെങ്കിൽ പ്രീഡെസസർ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കോൺസെപ്റ്റ് ആണ്. ബട്ട് നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പൊ പ്രീഡെസസർ നിങ്ങളൊന്ന് നോക്കി നോക്കിയേ. പ്രീഡെസസർ ഞാനൊരു നമ്പർ തരാം. ഈ 7 ലക്ഷത്തിന്റെ തൊട്ട് മുന്നേ വരുന്ന സംഖ്യ ഏതാ? 7 ലക്ഷത്തിന്റെ തൊട്ട് മുന്നത്തെ സംഖ്യ പ്രീഡെസസർ എത്രയാണ്? പ്രീഡെസസർ എന്ന് പറഞ്ഞാൽ മുന്നത്തെ സംഖ്യ, തൊട്ട് മുന്നത്തെ സംഖ്യ. നമ്മൾ ചെറിയ സ്കൂളുകളിൽ ബിഫോർ നമ്പർ ആഫ്റ്റർ നമ്പർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. LKG UKG അങ്ങനെയാ പഠിക്കുക. ബിഫോർ നമ്പർ എത്രയാ, ആഫ്റ്റർ നമ്പർ എത്രയാന്ന് പഠിക്കും. ഇപ്പൊ 5ാം ക്ലാസ്സിലെത്തിയപ്പോ പേരൊന്നും ഭംഗിയാക്കിയെന്നുള്ളൂ. പ്രീഡെസസറും സക്സസറും. സക്സസർ എന്ന് പറഞ്ഞാൽ അടുത്ത സംഖ്യ, പ്രീഡെസസർ എന്ന് പറഞ്ഞാൽ മുന്നത്തെ സംഖ്യ. അപ്പോ യെസ് നക്ഷത്ര, ഞാൻ ചോദിച്ചത് ലക്ഷ്യ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഖ്യ ഞാൻ എഴുതിയേക്കുന്നത് കണ്ടോ? ലക്ഷ്യ 7 lakh. ആ 7 lakh എന്ന് പറയുന്ന സംഖ്യയുടെ തൊട്ട് മുന്നത്തെ സംഖ്യ ഏതാന്നാ ഞാൻ ചോദിച്ചത്. തൊട്ട് മുന്നത്തെ സംഖ്യ എത്രയാണ്? റൈറ്റ്, എല്ലാവരും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. എന്താണ് ക്ലിയർ ആവാത്തത്? 2 പേർക്ക് ഇതാ ക്ലിയർ ആയില്ല എന്ന് പറയുന്നുണ്ട്. എന്താ ക്ലിയർ ആവാത്തത്? നിങ്ങൾക്ക് ക്ലിയർ ആവാണ്ടാണോ അതെന്തെങ്കിലും കട്ടായി പോയതാണോ? ക്ലിയർ ആവാത്തതാണ്. ഞാൻ ഒന്നും കൂടെ പറയാം. എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? യെസ്, എല്ലാവരും കറക്റ്റ് ആൻസർ ആണ് പറയുന്നത്. 6,99,999 കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. സോ അപ്പൊ ക്ലിയർ ആവാത്തത് എന്താണ്? ഞാൻ എന്താ പറഞ്ഞേ? സക്സസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ കഴിഞ്ഞു വരുന്ന സംഖ്യ. ഇപ്പൊ 3 എന്ന് പറയുന്ന നമ്പറിന്റെ സക്സസർ എന്ന് പറയുന്നത് 4 ആണ്. 3 എന്ന് പറയുന്ന നമ്പറിന്റെ സക്സസർ എന്ന് പറയുന്നത് പ്രീഡെസസർ എന്ന് പറയുന്നത് 2 ആണ്. മനസ്സിലായോ? സക്സസർ തൊട്ട് കഴിഞ്ഞു വരുന്ന സംഖ്യയും പ്രീഡെസസർ എന്ന് പറയുന്നത്
തൊട്ട് മുന്നത്തെ സംഖ്യ. പ്രീഡെസസർ ഈസ് എ നമ്പർ ജസ്റ്റ് ബിഫോർ ദ ഗിവൺ നമ്പർ. അത്രേ ഉള്ളൂ. അത് എന്താ മനസ്സിലാവാത്തുള്ളത് കാര്യം? അത് ക്ലിയർ ആയിട്ടാവും നിങ്ങൾക്ക്. ഞാനീ പറഞ്ഞ 2099 കാര്യമാണോ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? ഓക്കെ, അപ്പോൾ എത്രയും കാര്യം ശ്രദ്ധിക്കുക. സക്സസർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ, തന്നിട്ടുള്ള ഒരു നമ്പറിന്റെ തൊട്ടടുത്ത സംഖ്യ, അതിന്റെ കൂടെ 1 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യനെയാണ് സക്സസർ എന്ന് പറയുന്നത്. ഒരു നമ്പറിന്റെ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്നതിനെയാണ് പ്രീഡെസസർ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആവാത്തതുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഒരു നമ്പറിന്റെ കൂടെ 1 കൂട്ടിയാൽ കിട്ടുന്നതാണ് സക്സസർ. ഒരു നമ്പറിന്റെ കൂടെ 1 കുറച്ചാൽ കിട്ടുന്നതാണ് പ്രീഡെസസർ. അപ്പൊ നമുക്കിത് കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഈ 2099 എന്നുള്ള എക്സാമ്പിൾ നിങ്ങളോട് ചോദിച്ചത്. അപ്പൊ കുറച്ച് പേരൊക്കെ ഉടനെ പറഞ്ഞു 3000 ആണെന്ന്. അപ്പൊ നമ്മളത് ചെയ്ത് നോക്കാതെ, 1 കൂട്ടേണ്ട കാര്യമല്ലേ ഉള്ളൂ, ആ 1 കൂട്ടുക എന്നുള്ളത് ചെയ്ത് നോക്കാതെ നമ്മൾ എടുത്തു ചാടിയ ആൻസർ പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റും. ഓക്കെ, അപ്പൊ ഞാൻ നോക്കൂ, അടുത്ത ഒരു എക്സാമ്പിൾ തരാം. അപ്പൊ നിങ്ങൾ എനിക്ക് തരേണ്ടത് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന സംഖ്യയുടെ പ്രീഡെസസർ, തൊട്ട് മുന്നത്തെ, അല്ലെങ്കിൽ വേണ്ട, ഈ നമ്പറിന്റെ 30,100, ഈ 30,100, ഈ നമ്പറിന്റെ പ്രീഡെസസർ, തൊട്ട് മുന്നത്തെ സംഖ്യ വേഗം പറഞ്ഞോളൂ. 30,100 എന്നുള്ള ഈ സംഖ്യയുടെ തൊട്ട് മുന്നത്തെ സംഖ്യ വേഗം പറഞ്ഞോളൂ. കാരണം പ്രീഡെസസർ ആണ് ഞാൻ ചോദിക്കുന്നത്. വേർഡ്സ് തമ്മിൽ തെറ്റിപ്പോരുത്. സക്സസർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതും, പ്രീഡെസസർ എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ വരുന്നത്. അപ്പൊ ഞാനിപ്പോൾ എഴുതിയിട്ടുള്ള 30,100, 30,100 എന്ന് പറയുന്ന ഈ നമ്പറിന്റെ പ്രീഡെസസർ ആണ് എനിക്ക് വേണ്ടത്. പ്രീഡെസസർ. എല്ലാവരും ആൻസർ ചെയ്തിട്ട് ഞാൻ പറയാട്ടോ. നിങ്ങൾ കാൽക്കുലേറ്ററിലൊന്നും നോക്കി കൂട്ടി പറയരുത് കേട്ടോ. നിങ്ങൾ തന്നെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. എത്രയാണ് വരുന്നത്? ഓക്കെ, കുറേ പേര് റൈറ്റ് ആൻസേഴ്സ് പറയുന്നുണ്ട്. 30,100. 100 എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വന്നാൽ മതി? 99 വന്നാൽ മതി. കറക്റ്റ് ആണ്. കുറേ പേര് ആൻസേഴ്സ് പറയുന്നുണ്ട്. യെസ്, നക്ഷത്ര, ആദിത്യേവ്, സുവീർ, അനിക, ഹൃത്തിക, അവനി, യെസ്, എല്ലാവരും പറയുന്നത് കറക്റ്റ് ആണ് കേട്ടോ. സാൽവിയ ആൻഡ് ദയ, വിനോദ് കുമാർ, സോറി പേര് ഞാൻ വിട്ടുപോയി, റൈറ്റ്, ശ്രീഹരി, എല്ലാം കറക്റ്റ് ആണ്. അപ്പോൾ കുറച്ച് പേർക്ക് അവിടെ മിസ്റ്റേക്സും വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് മിസ്റ്റേക്സ് വരുന്നത്? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആക്ച്വലി -1 ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഈ ഒരു കാര്യത്തിൽ? ഇല്ല, ഇതിപ്പോൾ നിങ്ങളെ ഞാനിപ്പോൾ ഇത്രയും മിടുക്കരായിട്ടുള്ള നിങ്ങളെ ഞാൻ ഇനിയിപ്പോൾ കുറയ്ക്കാനും കൂട്ടാനൊന്നും പഠിപ്പിക്കണ്ടല്ലോ. നമ്മളതൊക്കെ ഡിസ്കസ് ചെയ്ത് വന്നതല്ല. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 100ൽ നിന്ന്, അവസാനം കിടക്കുന്ന ഈ സാധനത്തിൽ നിന്ന് 1 കുറയ്ക്കുക. 100ൽ നിന്ന് പോയാൽ 99 അല്ലേ? ബാക്കി 99 ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ 0 ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത്. അല്ലാണ്ട് 55ന്റെ അപ്പുറത്തുള്ള സംഖ്യ ഏതും 55ന് മുമ്പുള്ള സംഖ്യ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചോദിക്കില്ല. ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ 2099 കഴിഞ്ഞിട്ടുള്ള സംഖ്യ ഏതാണ്, അല്ലെങ്കിൽ 6,99,999 കഴിഞ്ഞിട്ടുള്ളത് ഏതാണ്, 7 lakhന് മുന്നുള്ള സംഖ്യ ഏതാണ്, ഇതുപോലെ 30,100ന് മുന്നുള്ള സംഖ്യ ഏതാണ്, ഇങ്ങനത്തെ കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. ഇതെല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് ലീസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് നമ്പറിന്റെ ടോപ്പിക് പഠിച്ചു, സക്സസർ ആൻഡ് പ്രീഡെസസർ പഠിച്ചു, പിന്നെ പ്ലേസ് വാല്യൂവിന്റെ ഒരു എങ്ങനെ വ്യത്യാസം കാണുക എന്നുള്ളതും കൂടി പഠിച്ചു. അപ്പൊ ഇത്രയും ഭാഗം എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി ഞാനിത് പറയണ്ടല്ലോ. അപ്പോൾ ക്ലിയർ ആണെങ്കിൽ ഇതാണ് നമ്മുടെ അവസാനത്തെ ടോപ്പിക് ഈ ചാപ്റ്ററിലത്തെ. ഒരു ചെറിയൊരു ഭാഗം കൂടി ഉണ്ട്. അത് നമ്മൾ ഫസ്റ്റ് കുറേ നമ്പേഴ്സ് പഠിച്ചില്ലേ, റിയൽ നമ്പർ, നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ. എന്താണത്? കുറച്ച് പേരൊക്കെ എന്തൊക്കെയോ ടൈപ്പൊക്കെകൾ വരുന്നുണ്ട്. അറിയാണ്ടാണെങ്കിൽ കുഴപ്പമില്ല, വേറെ അറിഞ്ഞുകൊണ്ട് വേറൊരാളും ഒന്നും ടൈപ്പ് ചെയ്തിടരുത് കേട്ടോ. ഇത് ചാറ്റാണ്, പഠിക്കണ കാര്യങ്ങൾ മാത്രം. ഓക്കെ, സോ അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്, റോമൻ നമ്പേഴ്സ്. ഇതും കൂടിയാണ് നമ്മുടെ ന്യൂമറിക് സിസ്റ്റത്തിൽ അവസാനമായിട്ട് വരുന്ന ടോപ്പിക്.
പക്ഷെ ഇത് കൂടാണ്ട് നമ്മൾ ഫസ്റ്റ് ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, കുറച്ച് നമ്പേഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നാച്ചുറൽ നമ്പർ, റിയൽ നമ്പർ, അങ്ങനെ കുറേ നമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് നമുക്ക് അതിൽ കുറച്ച് നമ്പറുകൾ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് അറിയേണ്ടതാണ് ഓഡ് നമ്പർ, ഈവൺ നമ്പർ, അങ്ങനെ 2-3 നമ്പേഴ്സും കൂടി അവിടെ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഈ റോമൻ നമ്പേഴ്സും കൂടി പഠിക്കാനുണ്ട്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. റോമൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ലെറ്റേഴ്സ്, നമ്മുടെ ക്ലാസ്സുകൾ, നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണമെന്നുള്ളത് നിങ്ങൾ എങ്ങനെ എഴുതുക? 6th സ്റ്റാൻഡേർഡ് ഒരു വി ഇട്ടിട്ട് ഒരു 1 ഇടും, അതല്ലേ 6th അല്ലെങ്കിൽ 5th സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നിങ്ങളൊരു വി ഇടും അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ്സിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്, യെസ് അവനി ഞാൻ എന്താ റെസ്പോണ്ട് ചെയ്യാത്തേ? ടൈം ആയി എന്നുള്ളതാണോ? യെസ്, കുറേ പേരൊക്കെ റോമൻ ന്യൂമറൽസ് പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കുഴപ്പമില്ല. അപ്പം റോമൻ നമ്പേഴ്സ് ഇത്രയേ ഉള്ളൂ. എന്താണ് നമ്പേഴ്സ് ദാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സിനെ പറയുന്ന പേര് അറാബ്രിക് നമ്പേഴ്സ് എന്നാണ്. നമ്മളിപ്പോൾ പറയണ 1 2 3 4 5 6 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതില്ലേ, അതിൻ്റെ പേരെന്ന് പറയുന്നത് അറാബ്രിക് നമ്പേഴ്സ് എന്നാണ്. അതല്ലാതെ നമ്മൾ വേറെ യൂസ് ചെയ്യുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് റോമൻ സിസ്റ്റം. നമുക്കറിയാം റോമൻ സിസ്റ്റം നമ്മൾ വളരെ ഉപയോഗിക്കുന്നുണ്ട്. 1st സ്റ്റാൻഡേർഡ്, 2nd സ്റ്റാൻഡേർഡ്, 3rd സ്റ്റാൻഡേർഡ് എന്നൊക്കെ എഴുതുന്നത് നമ്മൾ റോമൻ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്തിനാണ് ക്ലാസ് സ്റ്റാൻഡേർഡ്സും പൊസിഷൻ, 1st റാങ്ക്, 2nd റാങ്ക്, 3rd റാങ്ക് എന്നൊക്കെ പറയുന്നതും നമ്മൾ റോമൻ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് റോമൻ നമ്പേഴ്സ് എന്താണെന്ന് അറിയാം അല്ലേ. അപ്പോൾ നമ്മൾ പഠിക്കുന്നതല്ലാതെ 1000 എന്ന് പറയുന്ന നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന റോമൻ നമ്പർ ഉണ്ട്, 10,000 റെപ്രസെൻറ്റ് ചെയ്യുന്ന റോമൻ നമ്പർ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് റോമൻ നമ്പേഴ്സ് നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ആ ഒരു കാര്യം നമുക്കൊന്ന് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ റോമൻ നമ്പർ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, നമ്മൾ ഇത്രയും നാൾ യൂസ് ചെയ്ത് വരുന്ന നമ്പേഴ്സ് അത്രേ ഉള്ളൂ. അപ്പോൾ ഈ റോമൻ നമ്പേഴ്സിനും കൂടി കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. റോമൻ നമ്പറിനെ പറ്റി ഞാൻ കുറച്ചും കൂടി ഒന്ന് പറയാം ജസ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ. കാരണം നമുക്കിപ്പോൾ 5 വരെ 6 വരെ അല്ലെങ്കിൽ +12 വരെ എഴുതാനൊക്കെ നമുക്ക് അറിയായിരിക്കും. +2 വരെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ് ശ്രീനന്ദ, സോറി പേര് പറയാത്തതിന് ഞാൻ വീണ്ടും പറയുകയാണ്. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. എല്ലാവരെയും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റോമൻ നമ്പേഴ്സിൻ്റെ കാര്യം, ഇനി ഹയർ റോമൻ നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും എന്നുള്ളതും, പിന്നെ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കുറച്ച് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. പ്രൈം നമ്പർ, ഓഡ് നമ്പർ, ഈവൺ നമ്പർ, അങ്ങനെ കുറച്ച് ഈ നമ്പേഴ്സ് ഉണ്ട്. അതും കൂടി ഉള്ളൂ. അത് ജസ്റ്റ് അടുത്ത ക്ലാസ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അത് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രോബ്ലംസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു മൊഡ്യൂള് ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ ഇൻഫോം ചെയ്യും. കാരണം നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ ആയല്ലോ, അപ്പോൾ നമുക്കിനി കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടൊരു ടെസ്റ്റൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലപോലെ പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളായിരിക്കും കൂടുതൽ സംസാരിക്കുക. ഇപ്പോൾ ഞാൻ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ നിങ്ങളായിരിക്കും ഇനി ചാറ്റ്സിലൂടെ ആയിരിക്കും കൂടുതലായിരിക്കും നിങ്ങൾ റിപ്ലൈ തന്നുകൊണ്ടിരിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, സ്വാതി തന്നെയാണോ പേര്? സ്വാതി തന്നെയാണോ പേര്? ആദ്യം 100 വരെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഐ ആസ് ദാറ്റ് വിൽ വി കംപ്ലീറ്റ് ദ ചാപ്റ്റർ ടുഡേ? യെസ് അവനി, നമ്മൾ ഓൾമോസ്റ്റ് ഈ ക്ലാസ് കംപ്ലീറ്റ് ആയി. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഒരു നമ്പേഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി മാത്രമേ പറയാനുള്ളൂ. അതും കൂടി കഴിഞ്ഞു കേട്ടോ അവനി. അത്രേ ഉള്ളൂ. ഞാൻ സ്വാതി തന്നെയാണോ പേര്? സ്വാതി KS. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ, യെസ് ആഷ്മി, റൈറ്റ്, സോറി ആഷ്മി, ഞാൻ പേര് നോട്ട് ചെയ്തിട്ടുണ്ട് ബട്ട് വിട്ടുപോയതാണ് കേട്ടോ, സോറി. ആഷ്മി എല്ലാത്തിനും ആൻസേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നു. ശ്രീനന്ദയുടെ പേര് ഞാൻ ഒരുപാട് പറഞ്ഞല്ലോ. S4 ഫാമിലി എന്ന് പറയുന്ന ശ്രീനന്ദയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ സോറി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോഴാണ് നിങ്ങൾ എത്രത്തോളമൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഹാർട്ടും തംസും ഒക്കെ കമൻറ്റ് ഇടുക. എല്ലാവരും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക. ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം.